ചാപ്റ്റർ മീഡിയയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് 10ാം ക്ലാസ്സിലെ ബയോളജിയുടെ 4ാമത്തെ പാഠഭാഗത്തിന്റെ ബാലൻസ് അവസാന ഭാഗം എന്ന് വേണമെങ്കിൽ പറയാം. ഒരു കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയ ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജനറ്റിക് ഡിസീസുകളായ ഹിമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ എന്നീ രോഗങ്ങളെക്കുറിച്ചും ക്യാൻസർ എന്ന് പറയുന്ന ഒരു രോഗത്തെക്കുറിച്ചും അതിനെ എങ്ങനെ നമുക്ക് ട്രീറ്റ്മെന്റ് നടത്താം എന്നതിനെ കുറിച്ചും ക്യാൻസറിന് കാരണമാകുന്ന ഘടകങ്ങളെക്കുറിച്ചും ഒക്കെയാണ് നമ്മൾ ഇന്ന് സംസാരിച്ചത്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ കുറിച്ചാണ്. അതായത് നമ്മൾ നോൺ പതോജനിക് ഡിസീസുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ നോൺ പതോജനിക് ഡിസീസിന് കാരണം 4 ഘടകങ്ങളാണ് എന്ന് സംസാരിക്കുകയുണ്ടായി. അതിൽ ഒന്നാമത്തേതായിരുന്നു ജനറ്റിക്കൽ, ജനിതകപരം. രണ്ടാമത്തെ നമ്മൾ പറഞ്ഞ പേരാണ് ലൈഫ് സ്റ്റൈൽ, ജീവിത ശൈലീപരമായിട്ടുള്ള. മൂന്നാമത്തത് ലാക്ക് ഓഫ് ന്യൂട്രീഷൻ, പോഷക ആഹാര കുറവ് മൂലമുണ്ടാകുന്ന ഘടകങ്ങൾ. ആൻഡ് ദ ലാസ്റ്റ് വൺ ഒക്കുപേഷണൽ, ജോലി സംബന്ധമായിട്ടുള്ള മേഖലകൾ. ഇങ്ങനെ 4 ഘടകങ്ങളായിരുന്നു നോൺ പതോജനിക് ഡിസീസിന് കാരണം എന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചു നിർത്തിയത്. അതിൽ ജനറ്റിക്കൽ ഡിസീസിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറയുകയുണ്ടായി. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, ജീവിത ശൈലി രോഗങ്ങളെ കുറിച്ചിട്ടാണ്. ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആർ കോസ്ഡ് ബൈ ദ അൺഹെൽത്തി ലിവിംഗ് സ്റ്റൈൽ, അനാരോഗ്യകരമായ ജീവിത ശൈലികൾ മൂലം. ലാക്ക് ഓഫ് ഫിസിക്കൽ എക്സർസൈസ്, എന്താ പറഞ്ഞിരിക്കുന്നത്? എക്സർസൈസ് ഇല്ലായ്മ, ശാരീരികമായിട്ടുള്ള വ്യായാമക്കുറവ്. ബാഡ് ഹാബിറ്റ്സ് ലൈക്ക് സ്മോക്കിംഗ്, കൺസംപ്ഷൻ ഓഫ് ആൽക്കഹോൾ, ഡ്രഗ് അബ്യൂസ് എക്സെട്ര. ദുശീലങ്ങളായിട്ടുള്ള പുകവലി, മദ്യപാനം, മയക്കുമരുന്നുകളുടെ ഉപയോഗം. ഫുഡ് ഹാബിറ്റ്സ്, ആഹാര രീതിയിൽ ഉണ്ടാകുന്ന മാറ്റം എന്നിവ മൂലമൊക്കെ ഉണ്ടാകുന്ന രോഗങ്ങളെയാണ് പ്രധാനമായിട്ട് നമ്മൾ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് അല്ലെങ്കിൽ ജീവിത ശൈലി രോഗങ്ങളായി കണക്കാക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അനാരോഗ്യകരമായ ജീവിത രീതികളായിട്ടുള്ള ആഹാര രീതിയിൽ ഉണ്ടാകുന്ന മാറ്റം, വ്യായാമമില്ലായ്മ, അല്ലെ, അതേപോലെ ദുശീലങ്ങളായിട്ടുള്ള പുകവലി, മദ്യപാനം, മയക്കുമരുന്നുകളുടെ ഉപയോഗം മുതലായ മേഖലകൾ മൂലം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന രോഗങ്ങളെയാണ് പ്രധാനമായും നമ്മൾ ജീവിത ശൈലി രോഗങ്ങൾ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആയിട്ട് നമ്മൾ സംസാരിക്കുന്നത്. നമ്മുടെ പുസ്തകത്തിൽ ഏകദേശം 5ഓളം ലൈഫ് സ്റ്റൈൽ ഡിസീസുകളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അവയ്ക്കുള്ള കാരണങ്ങളും നമ്മുടെ പുസ്തകത്തിൽ വ്യക്തമായ രീതിയിൽ തന്നെ കിടപ്പുണ്ട്. നമുക്ക് അത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. പേജ് നമ്പർ 69 കിടപ്പുണ്ട് രോഗങ്ങളെ കുറിച്ച്. അത് നമുക്ക് രോഗങ്ങളുടെ പേരുകൾ ഒന്ന് പരിചയപ്പെടാം. ഒന്നാമത്തെ രോഗത്തിന്റെ പേര് നമ്മൾ പഠിച്ചതാണ് ഡയബറ്റസ്. രണ്ടാമത്തത് ഫാറ്റി ലിവർ, കരൾ വീക്കം. ഡയബറ്റസ് അല്ലെങ്കിൽ പ്രമേഹം, ഫാറ്റി ലിവർ അല്ലെങ്കിൽ കരൾ വീക്കം. മൂന്നാമത്തത് സ്ട്രോക്ക്. സ്ട്രോക്ക് എന്ന് പറയുന്നത് നമ്മൾ പക്ഷാഘാതം എന്ന് പറയുന്നു. തുടർന്ന് ഹൈപ്പർ ടെൻഷൻ, അതായത് BP, നമ്മുടെ രക്തസമ്മർദ്ദം കൂടുന്ന അവസ്ഥ. അവസാനമായിട്ട് നമ്മൾ പറഞ്ഞതായിരുന്നു ഹാർട്ട് അറ്റാക്ക്. അപ്പൊ ഇങ്ങനെ 5ഓളം ജീവിത ശൈലി രോഗങ്ങളെ കുറിച്ചാണ് നമ്മുടെ പുസ്തകത്തിൽ കിടക്കുന്നത്. അപ്പൊ നമുക്കിതിനുള്ള കാരണങ്ങളാണ് അറിയേണ്ടത്. ആദ്യം നമുക്ക് ആരെ കുറിച്ച് സംസാരിക്കാം? ഡയബറ്റസ്. ഡെഫിഷ്യൻസി ഓർ മാൽ ഫങ്ഷനിങ് ഓഫ് ഇൻസുലിൻ. ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോണിന്റെ കുറവോ അതിന്റെ മാൽ ഫങ്ഷനിങ്, തെറ്റായ പ്രവർത്തനവോ മൂലം ശരീരത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് വർദ്ധിക്കുന്ന അവസ്ഥയെ നമ്മൾ വിളിക്കുന്ന പേരായിരുന്നു എന്ത്? പ്രമേഹം അല്ലെങ്കിൽ ഡയബറ്റസ് എന്ന് വിളിച്ചു. രണ്ടാമത്തെ രോഗമാണ് ഫാറ്റി ലിവർ, കരൾ വീക്കം. ഡ്യൂ ടു ദ ഡെപ്പോസിഷൻ ഓഫ് എക്സസ് ഫാറ്റ് ഇൻ ദ ലിവർ. അധികമായ രീതിയിൽ നമ്മുടെ ശരീരത്തിലുള്ള കൊഴുപ്പ് നമ്മുടെ കരളിൽ എന്ത് ചെയ്യുന്നു? അടിഞ്ഞു കൂടുന്നു. ഇൻഫ്ലമേഷൻ ഓഫ് ലിവർ, ലിവറിന് നീര് വെക്കുന്നു. ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞാൽ നീര് വെക്കുക എന്നാണ്. അതിനെക്കുറിച്ച് നമ്മൾ അടുത്ത പാഠഭാഗത്തിൽ ഇൻഫ്ലമേഷൻ എന്ന് പറയുന്ന പ്രക്രിയയെ കുറിച്ച് വിശദമായിട്ട് നമ്മൾ സംസാരിക്കും. ഇതാണ് രണ്ടാമത്തെ രോഗമായിട്ടുള്ള ആരെന്ന് പറഞ്ഞിരിക്കുന്നത് ഫാറ്റി ലിവർ എന്ന് പറയുന്ന ഭാഗം. മനസ്സിലാകുന്നുണ്ടോ? അടുത്ത മൂന്നാമത്തതാണ് സ്ട്രോക്ക്. മനസ്സിലാവുന്നുണ്ടോ? ബ്ലോക്ക് ഓർ റപ്ചർ, അതായത് നമ്മുടെ തലച്ചോറിൽ കാണപ്പെടുന്ന രക്തക്കുഴലുകൾ, ബ്ലഡ് ക്യാപ്പിലറീസ്, രക്തലോമികകളിൽ അധികമായ രീതിയിലുള്ള ഫാറ്റ് അടിഞ്ഞുകൂടുന്നതിന്റെ ഫലമായിട്ട് അതിൽ കൂടിയുള്ള രക്തത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുകയോ
അത് പൊട്ടുകയോ ചെയ്യാം. ഈ അവസ്ഥയെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ട്രോക്ക് അല്ലെങ്കിൽ പക്ഷാഘാതം എന്ന് വിളിക്കും. അതിന്റെ ഫലമായിട്ട് നമ്മുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം തളർന്നു പോവുകയൊക്കെ ചെയ്യാം. ഇതെല്ലാം നമ്മുടെ എക്സസ് ഫാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാം കഴിക്കുന്ന, ആദ്യമേ പറഞ്ഞു ലൈഫ് സ്റ്റൈൽ ഡിസീസിനകത്ത് ആദ്യമേ പറഞ്ഞ കാര്യമാണ് ചേഞ്ച് ഇൻ ദ ഫുഡ് ഹാബിറ്റ്സ്, ആഹാര രീതിയിലുള്ള മാറ്റം അല്ലെ. നമ്മൾ കഴിക്കുന്ന ആഹാരത്തില് ഫാറ്റ്, കൊഴുപ്പിന്റെ അംശം നമുക്ക് ആവശ്യമാണ്. പക്ഷെ എക്സസായ രീതിയിൽ ആ കൊഴുപ്പ് വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിലെ ഇതേപോലെയുള്ള ഭാഗങ്ങൾ എന്ത് ചെയ്യും? ഡെപ്പോസിറ്റ് ചെയ്യും. അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യും മൂലം ഉണ്ടാകുന്ന രോഗമാണ് നമ്മളിപ്പോൾ പറഞ്ഞ സ്ട്രോക്ക് അല്ലെങ്കിൽ പക്ഷാഘാതം. തലച്ചോറിലുള്ള രക്തലോമികകളില് ഈ കൊഴുപ്പ് വന്ന് അടിഞ്ഞു കൂടുന്നതിന്റെ ഫലമായിട്ട് ചിലപ്പം അതിൽ കൂടിയുള്ള രക്തത്തിന്റെ ഒഴുക്ക് എന്ത് ചെയ്ത് പോയേക്കാം? തടസ്സപ്പെട്ടു പോയേക്കാം. അല്ലെങ്കിൽ ആ രക്തക്കുള്ളിൽ എന്ത് ചെയ്ത് പോയേക്കാം? ചിലപ്പം പൊട്ടിപ്പോയേക്കാം. ഇത് മൂലം ഉണ്ടാകുന്ന രോഗാവസ്ഥ നമ്മൾ വിളിക്കുന്നവരാണ് സ്ട്രോക്ക്. ഇതിന്റെ ഫലമായിട്ട് ശരീരത്തിന്റെ ഒരു ഭാഗമൊക്കെ എന്ത് ചെയ്ത് പോയേക്കാം? തളർന്ന് പോയേക്കാം. മനസ്സിലാകുന്നു? അടുത്ത രോഗമാണ് ഹൈപ്പർ ടെൻഷൻ. അതും കൊഴുപ്പിന്റെ പ്രശ്നം തന്നെയാണ്. മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ രക്തക്കുഴലുകളില് എക്സസ് ആയിട്ടുള്ള ഫാറ്റ് അടിഞ്ഞു കൂടുന്നതിന്റെ ഫലമായിട്ട് ആ രക്തക്കുഴലുകളുടെ ഇന്നർ ഡയമീറ്റർ അതങ്ങ് റെഡ്യൂസ് ചെയ്യുന്നു. ഡയമീറ്റർ കുറഞ്ഞു പോകും. നോർമലി ഉണ്ടായിരുന്ന വീതി ഇതായിരുന്നു എങ്കിൽ ഇവിടെ ഫാറ്റ് അടിഞ്ഞു കൂടി കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്തെ ഡയമീറ്റർ എന്ത് ചെയ്യുന്നു? കുറയുന്നു. ആസ് എ റിസൾട്ട് ദ പ്രഷർ ഇൻസൈഡ് ദ ബ്ലഡ് വെസൽസ് ബിക്കം ഇൻക്രീസസ്. ഇതിനകത്തെ രക്തം ഒഴുകി പോകുമ്പോൾ അതിനകത്തെ പ്രഷർ, മർദ്ദം എന്ത് ചെയ്യുന്നു? വളരെയധികം എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. ഈ കണ്ടീഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ ഉന്നത രക്തസമ്മർദ്ദം, ഉയർന്ന രക്തസമ്മർദ്ദം എന്നൊക്കെ നമ്മൾ പറയും. അവസാനത്തെ ഭാഗമാണ് ഹാർട്ട് അറ്റാക്ക്. അവിടെ നമുക്ക് അറിയേണ്ട സാധനമാണ് കൊറോണറി ആർട്ടറി. കൊറോണറി ആർട്ടറി. കൊറോണറി ആർട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയത്തിലേക്ക്, അതായത് ഹൃദയത്തിന്റെ പ്രവർത്തനത്തിന് ആവശ്യമായ ഓക്സിജനെ വഹിച്ചുകൊണ്ട് പോകുന്ന രക്തം ഒഴുകുന്ന കുഴൽ. ഹൃദയത്തിലേക്ക് ഓക്സിജനെ കൊണ്ടുപോകുന്ന രക്തക്കുഴലാണ് ആരെന്ന് പറഞ്ഞിരിക്കുന്നത്? കൊറോണറി ആർട്ടറി. ഇവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ തൊട്ട് എക്സസായ രീതിയിലുള്ള ഫാറ്റ് വന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് പ്രോപ്പറായ രീതിയിൽ അതിൽ കൂടി എന്തൊഴുകത്തില്ല? രക്തം ഒഴുകത്തില്ല. അങ്ങനെ വരുമ്പോൾ കൃത്യമായ അളവിൽ നമ്മുടെ ഹൃദയത്തിന് എന്ത് ലഭിക്കാതെ വരുന്നു? ഓക്സിജൻ ലഭിക്കാതെ വരും. അങ്ങനെ വരുമ്പോൾ ഹൃദയം എന്ത് ചെയ്യുന്നില്ല? പ്രവർത്തിക്കുന്നില്ല. ഹൃദയം തൽക്കാലത്തേക്ക് പ്രവർത്തിക്കാതിരിക്കും. ഈ അവസ്ഥയെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഹാർട്ട് അറ്റാക്ക്. അപ്പൊ പറഞ്ഞപ്പോ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇവിടെ ഏറ്റവും വില്ലനായിട്ട് നമ്മൾ പറഞ്ഞ അവസ്ഥ ഏത് തന്നെയാണ്? ഫാറ്റ് എന്ന് പറയുന്ന അവസ്ഥ. മനസ്സിലാവും? ഇത് കൂടാതെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് എന്താ പറയുന്ന സ്മോക്കിങ്ങിനെ കുറിച്ച് പറഞ്ഞു. സ്മോക്കിംഗ് എന്ന് പറയുന്ന ഭാഗം നമ്മുടെ ശരീരത്തിന്റെ പല സ്ഥലങ്ങളിൽ പലതരത്തിലുള്ള കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് നമുക്ക് പറയാം. മദ്യപാനം ലിവറിനെയാണ് കൂടുതലായിട്ടും ബാധിക്കുന്നത് അല്ലെ. ലിവർ സിറോസിസ് എന്ന് പറയുന്ന രോഗത്തിന് കാരണമാകും. അപ്പൊ ഇതൊക്കെ നമ്മുടെ എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ ജീവിത രീതിയിലുള്ള മാറ്റങ്ങളിൽ അല്ലെങ്കിൽ ജീവിത രീതിയിലുള്ള മാറ്റങ്ങൾ മൂലം നമുക്കുണ്ടാകുന്ന രോഗങ്ങളാണ്. അത്തരത്തിലുണ്ടാകുന്ന രോഗങ്ങളെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്? ലൈഫ് സ്റ്റൈൽ ഡിസീസസ് അല്ലെങ്കിൽ ജീവിത ശൈലി രോഗങ്ങൾ എന്ന് നമ്മൾ വിളിക്കും. അത്തരത്തിലുള്ള ജീവിത ശൈലി രോഗങ്ങൾക്ക് ഉദാഹരണമായിട്ട് പറഞ്ഞവയാണ് നമ്മൾ ഡയബറ്റസ് അല്ലെങ്കിൽ പ്രമേഹം എന്ന് പറഞ്ഞു. അടുത്തതാണ് ഫാറ്റി ലിവർ അല്ലെങ്കിൽ കരൾ വീക്കം എന്ന് പറഞ്ഞു. അടുത്തത് സ്ട്രോക്ക് അല്ലെങ്കിൽ പക്ഷാഘാതം, ഹൈപ്പർ ടെൻഷൻ ഉയർന്ന രക്തസമ്മർദ്ദം, അവസാനത്താണ് എന്ത്? ഹാർട്ട് അറ്റാക്ക് അല്ലെ. ഓരോന്നിനെ കുറിച്ച് നമ്മൾ പറഞ്ഞ എന്തായിരുന്നു? ഡയബറ്റസ് എന്ന് പറഞ്ഞാൽ എന്തുവെന്നാ പറഞ്ഞത്? നമ്മുടെ ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ കുറഞ്ഞു പോവുകയോ അല്ലെങ്കിൽ അത് പ്രവർത്തിക്കാതെ വരികയോ, മാൽ ഫംഗ്ഷനിങ് തെറ്റായ രീതിയിൽ പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിന്റെ ഫലമായിട്ട് നമ്മുടെ ശരീരത്തിലെ എന്തിന്റെ അളവ് കൂടുന്നു? ഗ്ലൂക്കോസിന്റെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുന്ന അവസ്ഥയെ നമ്മൾ വിളിക്കുന്ന പേരായിരുന്നു ഡയബറ്റസ് എന്ന് വിളിച്ചു. അടുത്തത് എന്താ നമ്മൾ പറഞ്ഞത്? ഫാറ്റി ലിവർ. അവിടെയും ശരീരത്തിലെ അധികമായിട്ടുള്ള കൊഴുപ്പ് വന്ന് കരളിൽ അടിഞ്ഞുകൂടുന്നു. അതിന്റെ ഫലമായിട്ട് കരളിന് ഇൻഫ്ലമേഷൻ സംഭവിക്കും, കരൾ വീക്കം ഉണ്ടാകും. ഈ അവസ്ഥയെ നമ്മൾ വിളിച്ച പേരായിരുന്നു ഫാറ്റി ലിവർ. അടുത്തതാണ് സ്ട്രോക്ക്. എന്താണ് സ്ട്രോക്ക് പറഞ്ഞാൽ? തലച്ചോറിലെ ബ്ലഡ് ക്യാപ്പിലറീസിൽ കൂടി ഉള്ള ബ്ലഡിന്റെ ഒഴുക്ക്, അവിടെ എന്തെങ്കിലും ബ്ലോക്ക് വരുന്നതിന്റെ ഫലമായിട്ട് ആ ഒഴുക്ക് തടസ്സപ്പെടുകയോ അല്ലെങ്കിൽ അവിടെ എന്ത് ചെയ്യുന്നു? പൊട്ടും. ആ ബ്ലഡ് വെസലുകൾ എന്താ പൊട്ടുകയോ ചെയ്യുന്നതിന്റെ മൂലം ഉണ്ടാകുന്ന അവസ്ഥയെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ട്രോക്ക്. ഇതിന്റെ ഫലമായിട്ട് ശരീരത്തിന്റെ ഒരു ഭാഗം തളർന്നു പോകുമെന്നൊക്കെ നമ്മൾ പറഞ്ഞു. അടുത്താണ് ഹൈപ്പർ ടെൻഷൻ. അവിടെയും ഫാറ്റ് തന്നെയാണ് വില്ലൻ അല്ലെ. അധികമായിട്ടുള്ള കൊഴുപ്പ് രക്തക്കുഴലുകളിൽ അടിഞ്ഞു കൂടുന്നതിന്റെ ഫലമായിട്ട് അതിനകത്തെ ഇന്നർ ഡയമീറ്റർ എന്ത് ചെയ്യുന്നു? കുറയുന്നു. അതിന്റെ ഫലമായിട്ട് അതിനകത്തെ പ്രഷർ എന്ത് ചെയ്യും? വർദ്ധിക്കും. ഈ അവസ്ഥയെ നമ്മൾ വിളിച്ച പേരായിരുന്നു ഹൈപ്പർ ടെൻഷൻ. അവസാനത്തെ ആളാണ് ഹാർട്ട് അറ്റാക്ക്. ഹാർട്ട് അറ്റാക്കിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമുക്ക് ആരെ കുറിച്ച് പറയേണ്ടി വരുന്നു? കൊറോണറി ആർട്ടറി. കൊറോണറി ആർട്ടറി എന്ന് പറഞ്ഞാൽ ഹൃദയത്തിന്റെ പ്രവർത്തനത്തിന് ആവശ്യമായ ഓക്സിജനെ വഹിച്ചു കൊണ്ടുപോകുന്ന രക്തക്കുഴലാണ് ആരെന്ന് പറഞ്ഞു? കൊറോണറി ആർട്ടറി. അതിനകത്ത് ബ്ലോക്ക് ഉണ്ടാകുന്നതിന്റെ ഫലമായിട്ട് ഹൃദയത്തിന് ആവശ്യമായ ഓക്സിജൻ ലഭിക്കാതെ വരികയും ഹൃദയം പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹാർട്ട് അറ്റാക്ക്. ഇനി നമ്മൾ ഇതിനകത്ത് തന്നെ പറയുകയുണ്ട് സ്മോക്കിംഗ് എന്ന് പറയുന്ന ഒരു ഭാഗത്തെ കുറിച്ച്.
ഈ സ്മോക്കിംഗ് എന്ന് പറയുന്ന ഭാഗം നമ്മുടെ ശരീരത്തിലെ ബ്രെയിൻ, അതേപോലെ ലങ്സ്, അതേപോലെ ഹേർട്ട്, 3 ഭാഗങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെ കുറിച്ച് നമ്മുടെ പുസ്തകത്തിൽ വളരെ വ്യക്തമായ രീതിയിൽ കിടപ്പുണ്ട്. ആദ്യം സ്മോക്കിംഗ് ബ്രെയിനെ എങ്ങനെ ബാധിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ബ്രെയിനിൽ സ്ട്രോക്ക് ഉണ്ടാകുന്നതിന് കാരണമായേക്കാം. സ്ട്രോക്ക് അവിടെ പറഞ്ഞു, നമ്മൾ സ്ട്രോക്ക് ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണെന്ന് പറഞ്ഞു. അപ്പം പുകവലി മൂലമാണ് ചിലപ്പോൾ ഉണ്ടാകുന്ന സ്ട്രോക്ക് ഉണ്ടാകും. അടുത്താണ് അഡിക്ഷൻ ടു നിക്കോട്ടിനോട് വിധേയത്വം. കാരണം ഈ സാധനം ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇത് ലഭിച്ചില്ലെങ്കിൽ നമുക്കത് ഉപയോഗിക്കാതിരിക്കാൻ പറ്റാത്ത അവസ്ഥ. നമ്മൾ ചെയിൻ സ്മോക്കർ എന്നൊക്കെ പറയും. അത് കണ്ടിന്യൂസ് ആയിട്ട് അയാൾക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2 കണ്ടീഷൻസ് ആണ് ബ്രെയിനുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നത്. ഒന്ന് എന്താണ്, സ്ട്രോക്കിന് കാരണമായേക്കാം. മറ്റൊന്ന് അഡിക്ഷൻ ടു നിക്കോട്ടിന് എന്ത് കാരണമായേക്കാം, അഡിക്ഷൻ, ഒരു അടിമത്വം, വിധേയത്വം ആയേക്കാം. അടുത്ത ലങ്സ് ആണ്. ലങ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏറ്റവും പ്രധാനമായിട്ടും ലങ് ക്യാൻസർ, ശ്വാസകോശത്തിൽ എന്തുണ്ടാകാൻ കാരണമായേക്കാം, ക്യാൻസർ ഉണ്ടാകാൻ കാരണമായേക്കാം. ബ്രോങ്കൈറ്റിസ്, വില്ലൻ ചുമ പോലെയുള്ള രോഗങ്ങൾ ഉണ്ടായേക്കാം. എംഫിസിമ, ശ്വാസ തടസ്സം, പ്രോപ്പറായ രീതിയിൽ നമുക്ക് ശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥ. ഇതൊക്കെ സ്മോക്കിംഗ് മൂലം എവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്, ലങ്സിൽ, ശ്വാസകോശത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. മനസ്സിലാകുന്നുണ്ടോ? അടുത്ത ഹേർട്ടുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ നമുക്ക് പറയാം ഹൈപ്പർ ടെൻഷൻ പറഞ്ഞു, ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആയിരുന്നു. ലൈഫ് സ്റ്റൈൽ ഡിസീസിന് കാരണം നമ്മൾ സ്മോക്കിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത് ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ്. എന്തുമൂലം, സ്മോക്കിംഗ് എന്ന് പറയുന്ന നമ്മുടെ ബാഡ് ഹാബിറ്റ് മൂലം ഹൃദയവുമായി ബന്ധപ്പെടുത്തി പറയാൻ പറ്റുന്ന കാര്യമാണ്. ലോസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ദി ഹേർട്ട് മസിൽസ്, ഹൃദയത്തിലെ പേശികൾക്കുള്ള ഇലാസ്റ്റിസിറ്റി, സങ്കോചിക്കുവാനും വികസിക്കുവാനുമുള്ള കഴിവ് എന്ത് ചെയ്ത് പോയേക്കാം, അങ്ങ് നഷ്ടപ്പെട്ടു പോയേക്കാം. അല്ലെങ്കിൽ ലോസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ആർട്ടറീസ്, രക്തക്കുഴലുകളുടെ ആർട്ടറിക്കും ഉണ്ട് സങ്കോചിക്കുവാനും വികസിക്കുവാനുള്ള കഴിവ്. ആ കഴിവ് അവിടെ എന്ത് ചെയ്ത് പോയേക്കാം, അങ്ങ് നഷ്ടപ്പെട്ടു പോയേക്കാം. മനസ്സിലാവുന്നുണ്ടോ? അതേപോലെ റെഡ്യൂസ് ദ എഫിഷ്യൻസി, വർക്കിംഗ് എഫിഷ്യൻസി കപ്പാസിറ്റി, പ്രവർത്തനക്ഷമത, ഹൃദയത്തിന്റെ പ്രവർത്തിക്കുവാനുള്ള കഴിവിലും എന്തുണ്ടാകുന്നു, കുറവുണ്ടാകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഡിക്രീസ് ദ ഫങ്ഷണൽ എഫിഷ്യൻസി. ഇതൊക്കെ സ്മോക്കിംഗ് എന്ന് പറയുന്ന ദുശീലം മൂലം എവിടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന കാരണങ്ങളാണ് എന്നാണ് നമ്മൾ പറഞ്ഞു. മനസ്സിലാകുന്നുണ്ടോ കുഞ്ഞുങ്ങളെ പറഞ്ഞത്? അപ്പം ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. ഞാൻ പറഞ്ഞു ഇത് വളരെ ചെറിയൊരു ടോപ്പിക്കാണ്. കാരണം ഈ ടോപ്പിക് കൂടെ പറയുമ്പോൾ നമ്മുടെ ഈ പാഠഭാഗം ഒന്ന് അവസാനിക്കുകയാണ്. അതുകൊണ്ടാണ് ഒരു ചെറിയ ടോപ്പിക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ ആദ്യമായി നമ്മൾ പറഞ്ഞത് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് അല്ലെങ്കിൽ ജീവിതശൈലി രോഗങ്ങളെ കുറിച്ചായിരുന്നു. എന്താണ് ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അനാരോഗ്യകരമായ ജീവിത രീതികളായിട്ടുള്ള ചേഞ്ച് ഇൻ ഫുഡ് ഹാബിറ്റ്സ്, ആഹാര രീതിയിലുള്ള മാറ്റം, ലാക്ക് ഓഫ് ഫിസിക്കൽ എക്സർസൈസ്. എന്താ ഫിസിക്കൽ എക്സർസൈസ്? വ്യായാമക്കുറവ്, ശരിയല്ലേ? പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്, ദുശീലങ്ങളായിട്ടുള്ള പുകവലി, മദ്യപാനം, മയക്കുമരുന്നുകളുടെ ഉപയോഗം എന്നിവ മൂലമൊക്കെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന രോഗങ്ങളെയാണ് നമ്മൾ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് അല്ലെങ്കിൽ ജീവിതശൈലി രോഗങ്ങളായി കണക്കാക്കിയത്. ജീവിതശൈലി രോഗങ്ങൾക്ക് ഉദാഹരണം പറഞ്ഞു, ഡയബറ്റിസ്, ഫാറ്റി ലിവർ, സ്ട്രോക്ക്, ഹൈപ്പർ ടെൻഷൻ, ഹാർട്ട് അറ്റാക്ക്. ഓരോന്നിന്റെയും കാരണങ്ങളും പറഞ്ഞു. പ്രമേഹം, പക്ഷാഘാതം, കരൾ വീക്കം, ഉയർന്ന രക്തസമ്മർദ്ദം, ഹൃദയ സ്തംഭനം, അതായത് ഹാർട്ട് അറ്റാക്ക് മുതലായവ കാരണമാകുന്നു. സ്മോക്കിംഗ് എന്ന് പറയുന്ന അവസ്ഥ ബ്രെയിനെയും ലങ്സിനെയും ഹാർട്ടിനെയും എങ്ങനെ ബാധിക്കുന്നു എന്ന് പറഞ്ഞു. ബ്രെയിനുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ സ്ട്രോക്കിനും അഡിക്ഷൻ ടു നിക്കോട്ടിനും കാരണമായേക്കാം. ലങ്സുമായി അല്ലെങ്കിൽ ശ്വാസകോശവുമായി ബന്ധപ്പെടുത്തി കഴിയുമ്പോഴത്തേക്ക് ലങ് ക്യാൻസർ, ശ്വാസകോശ അർബുദം, ക്യാൻസറിന് കാരണമായേക്കാം. ബ്രോങ്കൈറ്റിസ്, വില്ലൻ ചുമ പോലെയുള്ള അവസ്ഥകൾ, എംഫിസിമ, ശ്വാസ തടസ്സം എന്നിവ ഉണ്ടാകുന്നു. ഹൃദയവുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ ഹൈപ്പർ ടെൻഷൻ, രക്തസമ്മർദ്ദം ഉയരുവാൻ കാരണമാകുന്നു. ലോസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ആർട്ടറീസ്, രക്തക്കുഴലുകൾക്ക് സങ്കോചിക്കുവാനും വികസിക്കുവാനുമുള്ള കഴിവ് എന്ത് ചെയ്തു പോയേക്കാം, നഷ്ടപ്പെട്ടു പോയേക്കാം. ആൻഡ് ഡിക്രീസസ് ഓഫ് ഫങ്ഷണൽ എഫിഷ്യൻസി ഓഫ് ഹാർട്ട്, ഹൃദയത്തിന്റെ പ്രവർത്തനക്ഷമതയിലും എന്തുണ്ടാകുന്നു, കുറവുണ്ടാകുന്ന അവസ്ഥ. ഇതെല്ലാം എന്ന് പറയുന്നത് എന്തുമൂലം, ഈ സ്മോക്കിംഗ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ട ഒരു ഏകദേശ ഭാഗം അവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ പുസ്തകത്തിനകത്ത് മറ്റൊരു കാര്യം ഒക്കുപേഷണൽ ആയിട്ടുള്ള ഡിസീസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് പക്ഷെ നമുക്ക് പഠിക്കുവാനായിട്ട്, കാണാതെ പഠിക്കുവാനായിട്ട് പറയുന്നില്ല, പക്ഷെ ഒന്ന് വായിച്ച് മനസ്സിലാക്കുവാനായിട്ടാണ് പറയുന്നത്. അതായത് അതിൽ ചില രോഗങ്ങൾക്ക് ഉദാഹരണം ഞാൻ പറയാം. സിലിക്കോസിസ് എന്ന് പറയുന്നത് ഒരു ഒക്കുപേഷണൽ ഡിസീസിന് എക്സാമ്പിൾ ആണ്. സിലിക്കോസിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കോൾ മൈനിങ്, അതായത് ഈ കൽക്കരി ഖനിയിലെ സിലിക്കോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാറ ഒക്കെ പൊട്ടിക്കുന്നിടത്ത്, പിന്നെ പോട്ടറി, പാത്ര നിർമ്മാണം, കളിമൺ, അതിന്റെ നിർമ്മാണ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഉണ്ടാകുന്ന രോഗമാണ് സിലിക്കോസിസ് എന്നും. അടുത്താണ് ആസ്പെറ്റോസിസ് എന്ന് പറയും. ആസ്പെറ്റോസിസ് എന്ന് പറഞ്ഞാൽ ആസ്പെറ്റോ ഷീറ്റിന്റെ ഫാക്ടറികൾ, കാരണം ഇതിന്റെ
പൊടി, ഇതുമായി ബന്ധപ്പെട്ട ആ തരികൾ ശ്വസിക്കുന്നതിന്റെ ഫലമായിട്ട് നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ എന്ത് ചെയ്യും, അടിഞ്ഞുകൂടും. അത് മൂലമുണ്ട്. അപ്പൊ ഇത് കാണാതെ പഠിക്കേണ്ട പേരുകൾ മാത്രം എന്ന് പറഞ്ഞിരുന്നാൽ മതി. സിലിക്കോസിസും അതേപോലെ എന്താണ് ആസ്പെറ്റോസിസും. ഇത് രണ്ടും ഒക്കുപേഷണൽ ഡിസീസുകൾക്ക് ഉദാഹരണങ്ങളാണ്. അത് നമ്മുടെ പുസ്തകത്തിനകത്ത് ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കാനുള്ള കാരണങ്ങളായിട്ട് കിടക്കും. അപ്പൊ ഇത്രയും കാര്യം പറഞ്ഞപ്പോൾ മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ട രോഗങ്ങളുടെ ഏകദേശം ഒരു ഭാഗം അവിടെ അവസാനിക്കുന്നു. നമ്മൾ രോഗങ്ങൾ എന്ന് പറയുമ്പോൾ ഒരിക്കലും മനുഷ്യരെ മാത്രമല്ല ജന്തുക്കളെയും സസ്യങ്ങളെയും ബാധിക്കുന്നു. അപ്പൊ അടുത്തതായിട്ട് നമുക്ക് ജന്തുക്കളെ ബാധിക്കുന്ന രോഗങ്ങളെ കുറിച്ചാണ് നമുക്ക് ഇന്ത്യയിൽ സംസാരിക്കാം. നമുക്ക് നോക്കാം ജന്തുക്കളെ ഏതെല്ലാം രോഗങ്ങൾ ബാധിച്ചേക്കാം. നോക്കിക്കോണേ, ജന്തുക്കളെ ബാധിക്കുന്ന രോഗങ്ങളും രോഗകാരികളും. ഒരു 2 മാർക്കിന്റെ ചോദ്യം ഒരു വേഡ് പെയർ ആയിട്ടോ പദജോഡി പൂരിപ്പിക്കാനായിട്ടോ ചിലപ്പോൾ മാച്ച് ദ ഫോളോയിങ് ആയിട്ടോ ഒക്കെ ചോദിക്കാൻ സാധ്യത ഏറെയുള്ള ഒരു ഭാഗമാണ്. അനിമൽ ഡിസീസുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ ആദ്യം നമുക്ക് അറിയേണ്ട പദോജനാണ് ബാക്ടീരിയ. ബാക്ടീരിയ മൂലമുണ്ടാകുന്ന 2 രോഗങ്ങളാണ്. ഒന്നാമത്തതാണ് ആന്ത്രാക്സ് എന്ന് പറയുന്ന രോഗം, പശുക്കളിൽ ഉണ്ടാകുന്ന ആന്ത്രാക്സ് എന്ന് പറയുന്ന രോഗം. അടുത്തതാണ് ഇൻഫ്ലമേഷൻ ഓഫ് അഡർ, അകിട് വീക്കം എന്ന് പറയുന്ന അവസ്ഥ. ഇത് രണ്ടും ജന്തുക്കളിൽ ജന്തുക്കളിൽ ബാക്ടീരിയ എന്ന് പറയുന്ന പതോജൻ മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് ഉദാഹരണമാണ്. രോഗങ്ങളുടെ പേരെന്തൊക്കെയാണ്? ആന്ത്രാക്സും ഇൻഫ്ലമേഷൻ ഓഫ് അഡർ. ഇത് രണ്ടും ഏത് പതോജൻ മൂലം? ബാക്ടീരിയ എന്ന് പറയുന്ന രോഗാണു മൂലം ഉണ്ടാകുന്ന രോഗമാണ്. അടുത്തത് വൈറസ് മൂലം ഉണ്ടാകുന്ന ഒരു രോഗത്തിന്റെ പേര് കൂടി നമുക്ക് പഠിക്കണം. ഫുട്ട് ആൻഡ് മൗത്ത് ഡിസീസ്. ഫുട്ട് ആൻഡ് മൗത്ത് ഡിസീസ്, കുളമ്പ് രോഗം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. ഇത് വൈറസ് മൂലം അനിമൽസിൽ ഉണ്ടാകും. അപ്പൊ അനിമൽസുമായി ബന്ധപ്പെടുത്തി നമുക്ക് 3 രോഗങ്ങളാണ് പഠിക്കാനുള്ളത്. ഒന്നാമത്തെ രോഗത്തിന്റെ പേര് ആന്ത്രാക്സ്, രണ്ടാമത്തത് ഇൻഫ്ലമേഷൻ ഓഫ് അഡർ, അകിട് വീക്കവും ആന്ത്രാക്സും. കാരണക്കാരനാകുന്ന രോഗാണുവിന്റെ പേര് ഏതാണ്? ബാക്ടീരിയ എന്ന് പറയുന്ന രോഗാണുവാണ്. അടുത്തത് ഫുട്ട് ആൻഡ് മൗത്ത് ഡിസീസ്, കുളമ്പ് രോഗം എന്ന് പറയുന്നു. കാരണക്കാരനാകുന്ന ആരാണ്? വൈറസ് എന്ന് പറയുന്ന രോഗാണു. ഇതുപോലെ സസ്യങ്ങളിലും ഉണ്ട് രോഗങ്ങൾ. ജന്തുക്കളിൽ രോഗങ്ങൾ ഉണ്ടാകുന്നത് പോലെ തന്നെ എവിടെയുണ്ട്? സസ്യങ്ങളിലും രോഗങ്ങൾ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ രോഗങ്ങളെ കുറിച്ചാണ് അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത്. മനുഷ്യരിൽ മാത്രമല്ല ജന്തുക്കളിലും സസ്യങ്ങളിലും ആരുണ്ടാകുന്നുണ്ട്? രോഗങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പം മനുഷ്യരിലെ രോഗങ്ങളെ കുറിച്ച് ആദ്യമേ നമ്മൾ പറഞ്ഞു. ഇപ്പൊ സസ്യങ്ങളിലെ രോഗങ്ങളെ കുറിച്ച് പറയുന്നു. അവസാനം നമ്മൾ എന്തിനെ കുറിച്ച് പറയുന്നു? ഇപ്പൊ നമ്മൾ ജന്തുക്കളിലെ രോഗങ്ങളെ കുറിച്ച് പറയുന്നു. അപ്പം നമ്മളിവിടെ പറഞ്ഞ ആരെ കുറിച്ചാണ്? ജന്തുക്കൾ മൂലം ഉണ്ടാകുന്ന ജന്തുക്കളിൽ ബാക്ടീരിയയും വൈറസും മൂലം ഉണ്ടാകുന്ന രോഗത്തെ കുറിച്ച്. ഇതേപോലെ ഇനി എവിടെയുണ്ട്? സസ്യങ്ങളിലുണ്ട്. സസ്യങ്ങളിൽ ഉണ്ടാകുന്ന രോഗത്തെ കുറിച്ച് പറയാം. നോക്കിക്കോണേ, സസ്യങ്ങളിൽ ഉണ്ടാകുന്ന ആദ്യം സസ്യങ്ങളിലെ രോഗങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് നേരത്തെ കൂട്ടാൻ ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന രോഗത്തെ കുറിച്ച്. ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, ഈ 3 രോഗാണുക്കൾ മൂലം ഉണ്ടാകുന്ന രോഗത്തെ കുറിച്ചാണ് നമുക്ക് സസ്യങ്ങളിൽ സംസാരിക്കുന്നത്. ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ് ബ്ലൈറ്റ് ഡിസീസ് ഇൻ പാഡി. പാഡി എന്ന് പറഞ്ഞാൽ നെൽച്ചെടിയിൽ ഉണ്ടാകുന്ന ബ്ലൈറ്റ് രോഗം. അതേപോലെ വിൽറ്റ് ഡിസീസ് ഇൻ ബ്രിഞ്ചാൽ, വഴുതനയിലെ വാട്ട രോഗം. ബ്ലൈറ്റും വിൽറ്റും, ബ്ലൈറ്റ് ഡിസീസ് ഓഫ് പാഡിയും വിൽറ്റ് ഡിസീസ് ഓഫ് ബ്രിഞ്ചാലും. ബ്ലൈറ്റ് ഡിസീസ് ഓഫ് പാഡി, നെൽച്ചെടിയിലെ ബ്ലൈറ്റ് രോഗവും അതേപോലെ എന്താണ് ബ്രിഞ്ചാൽ, വഴുതനയിലെ വാട്ട രോഗവും എന്ത് മൂലം? ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് ഉദാഹരണമാണ്. അടുത്തത് വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാകുമ്പോഴത്തേക്ക് മൊസൈക്ക് ഡിസീസ് ഇൻ പീ ആൻഡ് ടപ്പിയോക്ക. പയറ് ചെടിയിലും മരച്ചീനിയിലും ഉണ്ടാകുന്ന മൊസൈക്ക് രോഗം. അത് മൊസൈക്ക് രോഗം ഇതിനെ വിളിക്കാനുള്ള കാരണം ഇതിന്റെ ഇലയില് ഇങ്ങനെ നമ്മുടെ മൊസൈക്ക് തറയിൽ കല്ല് ചിതറിക്കിടക്കുന്നത് പോലെ ഉണങ്ങിയ പാടുകൾ പ്രത്യക്ഷപ്പെടും. അതാണ് മൊസൈക്ക് ഡിസീസ് ഇൻ പീ ആൻഡ് ടപ്പിയോക്ക. പീ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പയർ ചെടി, ടപ്പിയോക്ക എന്ന് പറഞ്ഞാൽ മരച്ചീനി. ഇവിടെ രണ്ടോടും ഉണ്ടാകുന്ന ആ മൊസൈക്ക് ഡിസീസ്. അതേപോലെ ബഞ്ചി ടോപ്പ് ഓഫ് ബനാന. ബഞ്ചി ടോപ്പ് ഓഫ് ബനാന നമ്മുടെ വാഴയിലെ കുറുനാമ്പ് രോഗം. വാഴയുടെയൊക്കെ മണ്ട അടച്ചുപോയി എന്ന് നമ്മൾ പറയും, വൈറസ് ആണ്. അടുത്ത ഫംഗസ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ക്യുക്ക് വിൽറ്റ് ഇൻ പെപ്പർ. കുരുമുളകിലെ ദ്രുതവാട്ടം. ക്യുക്ക് വിൽറ്റ് ഇൻ പെപ്പർ, ദ്രുതവാട്ടം. ബഡ് റൂട്ട് ഓഫ് കോക്കനട്ട്. മണ്ടചീയൽ, തെങ്ങിന്റെ മണ്ടചീയൽ. ഇതൊക്കെ എന്ത് മൂലമുള്ള രോഗമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഫംഗസ് മൂലമുള്ള രോഗമാണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ നമുക്ക് ഒന്നുകൂടെ പറയുന്നു, സസ്യങ്ങളുടെ രോഗങ്ങളെ കുറിച്ച് പറയുന്നു, പ്ലാന്റ് ഡിസീസിനെ കുറിച്ച്.
ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന 2 രോഗങ്ങൾ ബ്ലൈറ്റ് ഡിസീസ് ഇൻ പാഡി ആൻഡ് വിൽറ്റ് ഡിസീസ് ഇൻ ബ്രിഞ്ചാൽ. നെൽച്ചെടിയിലെ ബ്ലൈറ്റ് രോഗവും വഴുതനയിലെ വാട്ടരോഗവും ബാക്ടീരിയ മൂലവും. മൊസൈക്ക് ഡിസീസ് ഇൻ പീ ആൻഡ് ടപ്പിയോക്ക, പയർച്ചെടിയിലും മരച്ചീനിയിലും ഉണ്ടാകുന്ന മൊസൈക്ക് രോഗവും. ബഞ്ചി ടോപ്പ് ഓഫ് ബനാന, വാഴയുടെ കുറുനാമ്പ് രോഗം എന്നിവ വൈറസ് മൂലവും. ക്യുക്വിൽറ്റ് ഇൻ പെപ്പർ, കുരുമുളകിലെ ദ്രുതവാട്ടം. ആൻഡ് ബഡ്റൂട്ട് ഓഫ് കോക്കനട്ട്, തെങ്ങിന്റെ മണ്ട ചീയൽ എന്നിവയൊക്കെ ഫംഗസ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾക്കും ഉദാഹരണമായി കണക്കാക്കാം. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നമ്മുടെ 4ാമത്തെ പാഠഭാഗമായിട്ടുള്ള കീപ്പിംഗ് ഡിസീസസ് എവേ എന്ന് പറയുന്ന പാഠഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ ഈ പാഠഭാഗത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് ബ്രീഫ് ചെയ്യാം. ആദ്യം നമ്മൾ പതോജൻസിനെ കുറിച്ച് പറഞ്ഞു. ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, പ്രോട്ടോസോവ എന്നിവയായിരുന്നു പ്രധാനപ്പെട്ട പതോജൻസ് അല്ലെങ്കിൽ രോഗാണുക്കൾ. അതുമൂലം ഉണ്ടാകുന്ന രോഗങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. ബാക്ടീരിയയെ കുറിച്ചായപ്പോൾ ആദ്യം നമ്മൾ റാറ്റ് ഫീവർ, എലിപ്പനി, രണ്ടാമത്തെ ഡിഫ്തീരിയ, മൂന്നാമത്തെ ട്യൂബർകുലോസിസ്, ക്ഷയം എന്നിങ്ങനെ 3 രോഗങ്ങളെ കുറിച്ച് സംസാരിച്ചു. വൈറസ് ആയപ്പോൾ ആദ്യം നമ്മൾ നിപ എന്ന് പറയുന്ന രോഗത്തെക്കുറിച്ചും പിന്നീട് എയ്ഡ്സ് എന്ന് പറയുന്ന രോഗത്തെക്കുറിച്ച് സംസാരിച്ചു അല്ലെ. പിന്നീട് ഡെങ്കു ഫീവർ, ചിക്കൻ ഗുനിയ, ഹെപ്പറ്റൈറ്റിസ് മുതലായ രോഗങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ വൈറസുമായി ബന്ധപ്പെടുത്തി നമ്മൾ എന്ത് ചെയ്തു സംസാരിച്ചു. ഫംഗസുമായി ബന്ധപ്പെടുത്തി നമ്മൾ പറഞ്ഞത് റിംഗ് വേം, വട്ടച്ചൊറി, അതേപോലെ അത്ലറ്റ്സ് ഫൂട്ട് എന്നിങ്ങനെ 2 രോഗത്തെ കുറിച്ച് പറഞ്ഞു. പ്രോട്ടോസോവയുമായി ബന്ധപ്പെടുത്തി നമ്മൾ മലമ്പനി അല്ലെങ്കിൽ മലേറിയ എന്ന് പറയുന്ന രോഗത്തെ കുറിച്ച് പറഞ്ഞു. പിന്നെ അവസാനം നമ്മൾ ഫൈലേറിയാസിസ്, മന്ത് എന്ന് പറയുന്ന രോഗത്തെ കുറിച്ച് പറഞ്ഞു. തുടർന്ന് നമ്മൾ രോഗാണുക്കൾ മൂലമല്ലാത്ത രോഗങ്ങളെ കുറിച്ച് പറഞ്ഞു. അതിനുള്ള 4 കാരണങ്ങൾ പറഞ്ഞു. ജനറ്റിക്കൽ, ജനിതകപരമായ പ്രശ്നങ്ങളാകാം, ലൈഫ് സ്റ്റൈൽ, ജീവിത ശൈലി രോഗങ്ങളാകാം, ഒക്യുപേഷണൽ, ജോലി സംബന്ധമായ പ്രശ്നങ്ങളാകാം, ആൻഡ് ലാക്ക് ഓഫ് ന്യൂട്രീഷൻ, പോഷകാഹാരക്കുറവ് മൂലമുള്ള രോഗങ്ങളാകാം. ജനറ്റിക്കൽ ഡിസീസിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ഹീമോഫീലിയയും സിക്കിൾ സെൽ അനീമിയയും പറഞ്ഞു. ക്യാൻസർ എന്ന് പറയുന്ന രോഗത്തെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. പിന്നീട് ഇന്ന് നമ്മൾ സംസാരിച്ചു ലൈഫ് സ്റ്റൈൽ ഡിസീസ്, ഡയബറ്റസ്, പ്രമേഹം, സ്ട്രോക്ക്, പക്ഷാഘാതം, ഹൈപ്പർ ടെൻഷൻ, ഉയർന്ന രക്തസമ്മർദ്ദം അല്ലെ, ഹാർട്ട് അറ്റാക്ക്, ശരിയല്ലേ, അതുപോലെ ഫാറ്റി ലിവർ, കരൾ വീക്കം എന്നീ രോഗങ്ങളെ കുറിച്ച് പറഞ്ഞു. തുടർന്ന് നമ്മൾ പറഞ്ഞത് സ്മോക്കിംഗ് എന്ന് പറയുന്ന അവസ്ഥ നമ്മുടെ ബ്രെയിനിനെയും ലങ്സിനെയും ഹാർട്ടിനെയും ഇങ്ങനെ ബാധിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നീട് നമ്മൾ സംസാരിച്ചത് എന്താണ്, ചില ജോലി സംബന്ധമായ രോഗങ്ങളുടെ പേരുകൾ പറഞ്ഞു. അവസാനം സസ്യങ്ങളെയും ജന്തുക്കളെയും ബാധിക്കുന്ന രോഗങ്ങളെ കുറിച്ചും പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നമ്മുടെ 4ാമത്തെ പാഠഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമുക്ക് അടുത്തത് 5ാമത്തെ പാഠഭാഗമാണ്. സോൾജിയേഴ്സ് ഓഫ് ഡിഫൻസ് എന്നാണ് 5ാമത്തെ പാഠഭാഗത്തിന്റെ പേര്. നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാണ് പ്രതിരോധ സംവിധാനങ്ങൾ നിലനിൽക്കുന്നത്, എന്തെല്ലാം പ്രതിരോധ സംവിധാനങ്ങളാണ് ഉള്ളത് എന്നതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ പാഠഭാഗത്തിൽ എന്ത് ചെയ്യുന്നത്, സംസാരിക്കുന്നത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ സോൾജിയേഴ്സ് ഓഫ് ഡിഫൻസ് എന്ന പാഠഭാഗം നമുക്ക്